സ്നേഹം ആശ്ചര്യമേ അതിനോർമ്മ പാവനമേ ക്രൂശിൻ സ്നേഹം. ഒരു ആചാരമായി ആളുകൾ ഉപവസിക്കുന്ന സമയത്ത് യേശുക്രിസ്തു വന്നപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരാരും എന്ത് ചെയ്തില്ല? ഉപവസിച്ചില്ല. ആൾക്കാർ ചോദിച്ചു, ഉപവസിക്കാത്തവൻ എന്തോ ആത്മീയനാടാ. യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട്, പരീശന്മാർ ഉപവസിക്കുന്നുണ്ട്, നീ വലിയ കൂടി ആത്മീയം പറഞ്ഞിട്ട് നിന്റെ ശിഷ്യന്മാരെന്നെ ഉപവസിക്കാതെ? കർത്താവ് പറഞ്ഞു, എന്റെ ശിഷ്യന്മാരെ ഉപവസിക്കാത്തത് അവർ എൻ്റെ കൂടെ ആയതുകൊണ്ടാ. എൻ്റെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ മണവാളൻ അവരെ വിട്ടുപോകുന്ന സന്ദർഭം വരും, അപ്പോൾ അവര് ഉപവസിക്കും. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ടത് ആവശ്യമില്ല. യേശു കർത്താവിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മായുന്നു, മറയുന്നു, എനിക്കതിന് കുറവ് വരുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉപവസിച്ചോണം. കാര്യം യേശുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും മാറി നിൽക്കുന്ന ഒരു സ്റ്റേജ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉദ്ദേശിക്കുന്നതല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന നിലയിൽ നമ്മൾ ദൈവസന്നിധിയിരിക്കണം. കർത്താവേ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ട പോലെ അങ്ങോട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല, കർത്താവേ നിന്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ എന്ന് പറയാൻ നമ്മൾ ഉപവസിക്കണം. അതാ മണവാളൻ കൂടെ ഉള്ളപ്പോൾ അവർക്ക് തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് കർത്താവ് പറയാണ്, ആരും പഴയ കോടിത്തുണ്ടം പുതിയതിനോട് ചേർത്ത് തുന്നുമാറില്ല, പഴയ വീഞ്ഞ പുതിയ തുരുത്തിയിൽ പകരുമാറില്ല. നിങ്ങളുടെ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആചാരപരമായ ഒരു ഉപവാസമാണ്. ഉപവസിക്കണം, അതുകൊണ്ട് ഉപവാസം. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് പിന്നെ രാവിലെ 12 മണി വരെ എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് ഉപവസിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാചാരം എന്ന നിലയിൽ ഉപവാസം ഉണ്ടാവുകയാണ്. ആചാരം എന്ന നിലയിൽ ഉപവാസം ഉണ്ടാകുമ്പോൾ അതൊരു പഴയ കോടിത്തുണ്ടമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന കർത്താവ് തന്ന ജീവനുണ്ടല്ലോ, ആ ജീവന്റെ അനുഭവം ഉള്ളവന് ആചാരപരമായി ഉപവസിക്കാൻ കഴിയത്തില്ല. വെറും ഒരു ആചാരം എന്ന നിലയിൽ ഉപവാസത്തെ തരം താഴ്ത്തി കളയാൻ അവൻ ഒരിക്കലും കഴിയത്തില്ല. അവന്റെ ഉപവാസത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. അവന്റെ ഉപവാസത്തിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള വലിയ അഭിവാഞ്ചയുണ്ട്. ഓക്കെ, ഞാനിതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് സമയം എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാൽ നെഹമയ, ഞാൻ പറഞ്ഞ ഇതാണ് നെഹമയായുടെ ഉപവാസത്തിന്റെ പ്രത്യേകത. ഒന്നാമത്, അവന്റെ ഹൃദയത്തിന്റെ ദുഃഖത്തിന്റെ ആഴത്തിൽ അവൻ ഇരുന്ന് കരഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഉപവസിച്ചു. അവൻ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നതിന് പകരം, അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അവൻ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്നതിന് പകരം എന്താ ചെയ്തത്? ദൈവത്തിങ്കിലേക്ക് അവന്റെ മനസ്സുയർത്തുകയും ദൈവത്തിങ്കിലേക്ക് നോക്കുകയുമായിരുന്നു. ഇന്നും നമ്മുടെ പിതാക്കന്മാർ, അതാണ് വാസ്തവത്തിൽ, നമ്മുടെ പിതാക്കന്മാർ ഉപവസിച്ചപ്പോഴൊക്കെ എന്താ അവർ ഉപവസിച്ചത്? എന്നാ അങ്ങ് ഉപവസിച്ചേക്കാമെന്ന് വെച്ചാൽ ആരും ഉപവസിച്ചതല്ല. ഒരാചാരം എന്ന നിലയിൽ അവർ ഉപവസിച്ചതല്ല. ഇന്നത്തെ പോലെ ഒരു ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞപ്പോഴത്തേക്ക് ഒരാളെന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു, ഒരു ഉപവാസ പ്രാർത്ഥന നടത്തണമെന്നായിരുന്നു, പക്ഷെ പൈസ ഇല്ലെന്ന്. അപ്പൊ ഞാൻ ഇത് ഉപവാസം നടത്തുന്നത് എന്താ പൈസ? അയ്യോ, ഏറ്റവും ചെലവുള്ളത് ഉപവാസം ഇല്ലയോ? 40 ദിവസത്തെ ഉപവാസം നടത്തണമെങ്കിൽ 4 ലക്ഷം രൂപയൊക്കെയാ ബജറ്റ്. എനിക്ക് മനസ്സിലാകുന്നില്ല. 40 ദിവസത്തെ ഉപവാസം നടത്തുക, ബജറ്റ് എത്രയാണ്? 4 ലക്ഷം രൂപ. കുറവാ, ചിലർക്ക് അതിലും കൂടുതലാണ്. ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്ത് ഉപവാസ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്. വലിയ മൈതാനമൊക്കെ ബുക്ക് ചെയ്ത് എന്ത് ചെയ്യുക? ഉപവാസം നടത്തുക. ഇത് ഇവിടെ നിന്ന് കിട്ടിയ ആചാരമാണെന്ന് എനിക്കറിയത്തില്ല. വാട്ട് ഇസ് ഇറ്റ് ആഫ്റ്റർ ഓൾ? അതെന്ത് ഉപവാസമാണ്? ഇറ്റ്സ് നത്തിങ്. വേദപുസ്തകത്തിലെ ഉപവാസമൊന്നും അല്ലത്. വേദപുസ്തകത്തിലെ ഉപവാസം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കരച്ചിലാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. ആ സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പോകുന്നു. എൻ്റെ ദൈവപ്രവേശനത്തെ, ദൈവത്തിങ്കിലേക്കുള്ള ദൈവസാന്നിധ്യത്തിലേക്കുള്ള എൻ്റെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിനെയും ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഭക്ഷണവും കൂടെ ഒഴിവാക്കുന്നു. പൂർണ്ണമായും അവനോട് ചേർന്നിരിക്കാനുള്ള അഭിവാഞ്ചയോടുകൂടെ എൻ്റെ എല്ലാ ഇച്ഛകളെയും താല്പര്യങ്ങളെയും മാറ്റി എൻ്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പമ്മൽ മൈ ബോഡി, അല്ലെങ്കിൽ വാട്ട് യു സേ, ഞാനതിനെ നിയന്ത്രിച്ച് ദൈവത്തിൻ്റെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ, ദൈവത്തിന്റെ മിഷനിൽ ഞാൻ ഭാഗവാക്കാകുവാൻ, അതിന് എന്നെ തന്നെ മെച്യൂർ ആക്കുവാൻ വേണ്ടി ഞാൻ ഉപവാസം എടുക്കുന്നു. റിച്ചാർഡ് ഫോസ്റ്റർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ദൈവത്തിന്റെ എല്ലാ കൃപകളും ദൈവം നൽകുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആർ ജസ്റ്റ് ലൈക്ക് എ റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടൽപ്പാലം ഉണ്ടല്ലോ. കടൽപ്പാലത്തിന്റെ പ്രത്യേകത, 2 സൈഡിലും കടലാണ്, 2 സൈഡിലും കടലാണ്, അതിന്റെ നടുക്കൂടെ പോകുന്ന ഒരു പാലം. ഈ പാലത്തെ നിൽക്കുന്നവനാണ് ദൈവം അവന്റെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു കൊടുക്കുന്നത്.
അതിനപ്പുറത്തും കടല, ഇപ്പുറത്തും കടല. അതുപോലെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ ആരും ആലോചിക്കേണ്ട കാറും വീടും ഫോണും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത്. അതൊക്കെ ദൈവത്തിൻ്റെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഗിഫ്റ്റാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന ഏത് ഭൗതിക അനുഗ്രഹങ്ങളും വളരെ ചീപ്പാണ് ദൈവത്തിന്. അത് തരാനായിട്ടൊന്നും ദൈവത്തിന് വിലയൊന്നുമില്ല. ദൈവം എന്താ വലിയ വില കൊടുത്തില്ല. ദൈവം എനിക്കൊരു കാർ തരണമെങ്കിൽ അത് ദൈവത്തിന് കണ്ട് വലിയ ആനക്കാര്യമാണ് അല്ലല്ലോ. God doesn't pay a cost for these kind of things. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. എൻ്റെ കുഞ്ഞ് സ്കൂളിൽ ചെന്നിട്ട് പറയാണ്, എൻ്റെ അപ്പ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, he loves me so much. അതുകൊണ്ടെന്താ എനിക്ക് വലിയ വലിയ സമ്മാനങ്ങളാണ് എപ്പോഴും തരുന്നത്. ഇന്നലെയും എനിക്കൊരു വലിയ സമ്മാനം തന്നു. ഇതുപോലെ ഒരു അപ്പൻ ഒരു മക്കൾക്ക് ഒരു സമ്മാനവും കൊടുക്കത്തില്ല. അത്രയ്ക്ക് വലിയ ഒരു സമ്മാനം എൻ്റെ അപ്പൻ ഇന്നലെ എനിക്ക് തന്നു. അതിനർത്ഥം എന്താ? എല്ലാ അപ്പന്മാരെക്കാളും കൂടുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹമാണ് ഏറ്റവും വലുത്. എന്നെ കൂട്ടുകാർ ചോദിച്ചു, അല്ലെങ്കിൽ സാറ് ചോദിച്ചു, അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ചു, എടി എന്തോ ഇത്ര വലിയ സമ്മാനം നിന്റെ അപ്പൻ നിനക്ക് തന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പോക്കറ്റിൽ നിന്ന് ഒരു 50 പൈസയുടെ മുട്ടായി എടുത്ത് കാണിച്ചു കൊടുത്താൽ നാണം കേടാർക്കാ? 50 പൈസയുടെ ഒരു മുട്ടായിക്ക് ഞാൻ 50 പൈസ താഴെ പോയി കഴിഞ്ഞാൽ അത് എടുക്കണോ വേണ്ട എന്ന് നമ്മൾ 2 വട്ടം ആലോചിക്കും. വെറുതെ കുനിഞ്ഞിട്ട് നടു കളയണോ എന്ന് ആലോചിച്ച് 50 പൈസ നമുക്ക് അത്രയും വിലയെ നമുക്കുള്ളൂ. അത് കിട്ടിയതിനാണോ ഇവള് കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? അപ്പന് ഭയങ്കര സ്നേഹമാണെന്ന് പറയാൻ കാര്യം ഇല്ലേ? കാരണം അതിനു വേണ്ടി ഞാൻ വലിയ കോസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് 50 പൈസ ഇത്രേ ഉള്ളൂ. എനിക്ക് 50 പൈസ എത്രയും ഉണ്ടോ അത്രയും പോലും ഇല്ല ദൈവത്തിനൊരു കാറെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിനൊരു വീടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന് 1 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 കോടി രൂപ എന്ന് പറഞ്ഞാൽ, 100 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് 50 പൈസ പോലും വിലയില്ലാത്ത സാധനം. അത് കിട്ടിയതിനാണോ നിങ്ങൾ പറയുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? കഴിഞ്ഞ നാളുകളിൽ ഞാൻ വളരെ കഷ്ടത്തിലായിരുന്നു, കർത്താവ് എനിക്ക് അത് തന്നു ഇത് തന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടിയൊന്നും ദൈവം വില കൊടുത്തിട്ടില്ല. ദൈവം ആകെ വില കൊടുത്തത് ഒരു സമ്മാനം തരാനേ ഉള്ളൂ. അത് സ്വന്തം പുത്രനെ തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിനേക്കാൾ വലിയ ഒരു സമ്മാനം മനുഷ്യന് ദൈവം കൊടുത്തിട്ടില്ല, കൊടുക്കാൻ കഴിയത്തുമില്ല. നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? എങ്ങനെയാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവ് എന്താണ്? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അവന്റെ പുത്രനെ നൽകിയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. God has manifested his love on the cross. മാനിഫെസ്റ്റഡ് എന്നതിന്റെ അർത്ഥം. അല്ലാതെ അന്നേരമാണ് ദൈവം സ്നേഹിച്ച് തുടങ്ങിയെന്ന് ആരും ചിന്തിക്കരുത്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് മനുഷ്യനോട് സ്നേഹമൊന്നും ഇല്ലായിരുന്നു, അതിന് മുമ്പെല്ലാം ദേഷ്യമായിരുന്നു. അന്നേരം തൊട്ട് ദൈവം സ്നേഹിച്ചതെന്നല്ല അതിന്റെ അർത്ഥം. എന്താണ്? ദൈവം എന്നും മനുഷ്യനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അത് നമുക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം വെളിപ്പെട്ടത് എപ്പോഴാണ്? സ്വന്തം പുത്രനെ കാൽവറി ക്രൂശിൽ നൽകിയപ്പോഴാണ്. അതുകൊണ്ട് മറ്റ് ചെറിയ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് ഈ സാക്ഷി പറയുന്നതിനൊക്കെ ശ്രദ്ധിച്ചോണം. ഇതിനെ മറന്നിട്ട് നമ്മൾ എന്തോ സാക്ഷി പറഞ്ഞാലും 50 പൈസയുടെ മുട്ടായി ഞാൻ ആ കൊച്ചിന് കൊടുക്കുന്നത്, അത് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതാണ് ദൈവം എന്നെ സ്നേഹിച്ചതിന്റെ തെളിവെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ കോട്ടയത്തെ ഏറ്റവും ബെസ്റ്റ് കാറ് നിങ്ങളുടെ കയ്യിലൊന്നും അല്ലല്ലോ. കേരളത്തിലെ ഏറ്റവും നല്ല വീട്ടിൽ നിങ്ങളാണോ താമസിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നല്ല ജോലി നിങ്ങളുടെ കയ്യിലാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. അതൊക്കെ ദൈവം ഇല്ലാത്തവൻ്റെ കയ്യിലല്ലേ? അല്ലയോ? അപ്പൊ ആരെയാ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത്? നമ്മളെയാണോ ഇതൊക്കെ ഉള്ളവനെയാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമൊന്നും അല്ല. അത് ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നവനാണ് ദൈവം. ഒരുപോലെ. ദുഷ്ടന്മാർക്ക് മഴയില്ലാതെ നമുക്ക് അങ്ങനെയൊന്നും അല്ല. കോട്ടയത്ത് മഴ പെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് മാത്രം മഴ തരിക, മറ്റുള്ളവർക്ക് ദൈവം മഴ കൊടുക്കാതിരിക്കുകയാണോ? നിങ്ങളുടെ അപ്പുറത്ത് താമസിക്കുന്നത് കൊള്ളക്കാരനാണെങ്കിലും കള്ളക്കടത്തുകാരനാണെങ്കിലും ദൈവം മഴ പെയ്യിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? 2 കൂട്ടർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും വലിയ ബോസ്റ്റിങ്ങിന് പോകരുത്. അത് വലിയ അപകടമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നെഹമയ ആചാരങ്ങൾക്ക് വിട പറഞ്ഞിട്ട്, ഉപവാസം ഒരു ആചാരമാക്കുന്നത് മാറ്റിയിട്ട് അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള വേദനയിൽ നിന്ന് അവൻ ഉപവസിച്ചു. അതുപോലെ തന്നെ അവൻ പ്രാർത്ഥിച്ചു. ഹി വാസ് പ്രേയിങ്. നെഹമയയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ശരിക്കും ഞാൻ വാസ്തവത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു സെമിനാർ തന്നെ പലപ്പോഴും നടത്താറുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടൈം. സമയത്തിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നത്. എങ്കിലും അവന്റെ പ്രാർത്ഥനയിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ആക്ട്സ് ഓഫ് പ്രയർ എന്ന് പറയുമല്ലോ. ഇറ്റ് ഈസ് അഡോറേഷൻ, കൺഫഷൻ, താങ്ക്സ് ഗിവിംഗ് ആൻഡ് സപ്ലിക്കേഷൻ. അവന്റെ പ്രാർത്ഥനയിൽ ഇതെല്ലാം ഉണ്ട്. അത് വിശദമായിട്ട് പഠിക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ അതിന്റെ 6ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്ന ഒരു വാക്ക്, നിന്നോട് രാവും പകലും പ്രാർത്ഥിക്കുന്ന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, കർത്താവേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി
രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ച് നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. He was praying day and night. Nehemiah was a man of prayer. നമ്മളെല്ലാം നെഹമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അവൻ മതിൽ പണിത കാര്യമാണ്. പക്ഷെ അവൻ ആദ്യം എണീറ്റ് മതിൽ പണിയല്ലായിരുന്നു, ആദ്യം അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. He was praying. അതെപ്പോഴാണ്? ഇതെല്ലാം അറിഞ്ഞപ്പം മാത്രമൊന്നുമല്ല, എപ്പോഴും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് അവന്റെ ഹൃദയത്തിൽ യെരൂശലേമിന്റെ നഷ്ടത്തെക്കുറിച്ചുള്ള ആ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വലിയ വേദന അവന് കൊടുത്തത് തന്നെ ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വേദനയുള്ളവനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കുന്നവനെ വേദന ഉണ്ടാകത്തുള്ളൂ. നമുക്കൊക്കെ ആത്മഭാരം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഞാൻ പറയട്ടെ, ആത്മഭാരം ഇല്ലാത്തവന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ശരിയായ കാര്യമാണ് പ്രാർത്ഥിക്കാത്തവന് ആത്മഭാരം ഉണ്ടാകത്തുമില്ല. പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം. ചുമ്മാ അങ്ങ് പോയിരുന്ന് നമ്മൾ ചിലപ്പോൾ പറയും ഏറ്റവും പ്രയാസം കുറഞ്ഞ കാര്യം പ്രാർത്ഥിക്കുന്നതാണെന്നാ. അത് നമുക്ക് തോന്നാൻ കാര്യം നമുക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ബ്രദറെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിനെന്നറിയാമോ, എന്നിൽ നിന്ന് വേറെ ഒന്നും നീ പ്രതീക്ഷിക്കേണ്ട, നിനക്ക് ഞാനൊരു ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു വാക്കാ. ഒരു മനുഷ്യനൊരു സങ്കടം വന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ശരി ബ്രദറെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമോ? അതുമില്ല. അങ്ങനൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തുമില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? Prayer is an outcry of my heart. എന്റെ ഹൃദയത്തിന്റെ ഒരു കരച്ചിലാണ് പ്രാർത്ഥന. എന്റെ ഹൃദയം കൂടെ ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അത് അർത്ഥമൊന്നുമില്ല, യാതൊരു അർത്ഥവുമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രെയർ ടവർ പണിത് 24 മണിക്കൂറും ആളുകളെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മണ്ടത്തിലൊക്കെ പറയാതെ. ഞാൻ എന്തോ പ്രാർത്ഥനയെ കുറിച്ച് എന്തോ ദൈവദാസൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു ആരെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനാക്കുന്നത്? അത് വിധവകളും സമയമുള്ളവരുമായ ആളുകളെ ഞാൻ അവിടെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അത് എന്തൊക്കെ പ്രാർത്ഥനാപേക്ഷകൾ എവിടെ നിന്ന് കിട്ടുന്നോ അതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം. ഞാൻ പറഞ്ഞു അവർക്ക് എങ്ങനെ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? അവർക്ക് ഇതുവല്ലതും വേദനയുണ്ട് അവരുടെ ഹൃദയത്തിൽ. ഗോകർണത്തുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരു തൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ കൊച്ചിൻ്റെ കഴുത്തിന് തൈറോയിഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കാശ് കൊടുത്താക്കി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഹൃദയവേദനയോടെ കർത്താവേ എന്ന് പറഞ്ഞ് കരയാനല്ലോ അവർക്ക് പറ്റുമോ? അവർക്ക് ഇതൊക്കെ ഒരു വാർത്ത, അല്ലാതെ എന്താ? അതാണോ പ്രാർത്ഥന? That is not prayer. That's not prayer. Prayer is my heart cry. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കരച്ചിലാണ് പ്രാർത്ഥന. അല്ലാത്ത പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണ്? Do you think that prayer is just moving your lips? നിങ്ങളുടെ വായ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നതാണോ പ്രാർത്ഥന? No, it is not prayer. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുണ്ടായാലേ പറ്റൂ. ഓക്കെ, ഇവിടെ നെഹമ്യ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ രാവും പകലും പ്രാർത്ഥിക്കാൻ കാര്യം അവന്റെ ഹൃദയത്തിന്റെ വേദന കൊണ്ടാണ്. അത് തന്നെയല്ല, രണ്ടാമത് അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന. ഫസ്റ്റ് ഓഫ് ഓൾ he was adoring God. അവൻ ആദ്യം ദൈവത്തെ അവൻ ആരാധിക്കുന്നുണ്ട്. he was worshiping God. ഞാൻ പറഞ്ഞല്ലോ ഈ വക കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് അവന്റെ നെഹമ്യയുടെ പ്രാർത്ഥന തന്നെ ഇറ്റ് ഇസ് എ ലോങ് തിങ്. അവൻ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തെ ആരാധിച്ചിട്ടാണ് അവൻ പ്രാർത്ഥന തുടങ്ങുന്നത്. അവൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് സ്വർഗത്തിലെ ദൈവമേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ നിയമവും നന്മയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അവന് ദൈവം ആരാണെന്ന് അവൻ അറിയാം. നമ്മളൊരു ദൈവത്തെ വർഷിപ്പ് ചെയ്യണമെങ്കിൽ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തെക്കുറിച്ച് അവന് നല്ല കൃത്യമായ ധാരണയുണ്ട്. ദൈവം സ്വർഗസ്ഥനാണെന്നുള്ളത് അവൻ അറിയാം. അവൻ സ്വർഗത്തിൽ വസിക്കുന്നു എന്നുള്ളത് അറിയാം. സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പോസ്റ്റൽ അഡ്രസ് ഒന്നുമല്ല. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത്. അവൻ സ്വർഗസ്ഥനാണെന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലാതെ വിദൂരസ്ഥനാണെന്നല്ല. സ്നേഹം ഓർത്തിടുമ്പോൾ എന്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ
കുരിശിൻ സ്നേഹം ഓർത്തിടുമ്പോൾ എന്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, പാവനമേ വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, 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 നന്ദി യേശുവേ. ഒരു നറുപ്പൂവിനെ ഞെരിച്ചമർത്തും പോലെ നിന്ദേഹം ക്രൂരമായി തകർത്തുവോ. കാൽകരം തുളച്ച കാരിരുമ്പാണിയിൽ ദൈവത്തിൻ കുഞ്ഞാടെ നീ പിടഞ്ഞോ. സാക്ഷാൽ നീ എന്റെ വേദന ചുമന്നു, നിന്നടിപ്പിണരിൽ ഞാൻ സൗഖ്യമായി. എൻ സമാധാനത്തിൻ ശിക്ഷ നീ വഹിച്ചു, നിന്നീണത്താൽ ഞാൻ ശുദ്ധനായി. വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ.